നമുക്കൊരു യാത്ര അങ്ങ് പോയാലോ? എങ്കിൽ വാ. ഏകദേശം 2 മണിയായപ്പം ബാംഗ്ലൂരിൽ നിന്ന് അത്യാവശ്യമുള്ള തുണികളൊക്കെ ആയിട്ട് നേരെ നമ്മൾ പോകുന്ന സ്ഥലം ഇച്ചിരി സ്പെഷ്യലാണ്. കാരണം വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. പാലക്കാട്ടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മുടെ വാഹനമൊക്കെ റെഡിയായി കഴിഞ്ഞു. അതിരാവിലെയുള്ള യാത്രയായതുകൊണ്ട് ഭയങ്കര രസകരമായിരിക്കും അല്ലേ? കാരണം പാതി ഉറക്കമൊക്കെ കളഞ്ഞിട്ടല്ലേ ഈ യാത്ര തന്നെ പോകുന്നത്. അപ്പം ഒട്ടും വൈകുന്നില്ല, നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. തുടക്കത്തിലുള്ള കാഴ്ചകളല്ല അവസാനം വരുമ്പോൾ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ വർത്തമാനമൊക്കെ കേട്ട് ചിലപ്പോൾ നിങ്ങൾ ഇച്ചിരി ബോറടിച്ചെന്ന് വരാം. എങ്കിലും കാഴ്ചകളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ യാത്ര തുടങ്ങി കേട്ടോ. ശരിക്കും നല്ലൊരു വ്യത്യസ്തമായ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് നമ്മുടെ യാത്രകളിൽ നിന്ന് കിട്ടുന്നത്. പലപ്പോഴും എന്താണ് യാത്ര എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാവുന്നേ ഉള്ളൂ, യാത്ര ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെ മറക്കാനും പുതിയ ചിലതിലേക്ക് നമുക്ക് കാലുകളെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രകളാണ്. ഒരു സ്ഥലം മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ അതിനകത്ത് അടിമപ്പെട്ടു പോകും, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നിൽക്കും. അതിനേക്കാൾ അപൂർവമായതൊന്നുമില്ല എന്ന ചിന്ത നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ വ്യത്യസ്തമായ ചില കാഴ്ചകൾ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. നമുക്കിനി 7 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഈ യാത്രയ്ക്കകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞ പല കാഴ്ചകളും ഞാൻ ഈ വീഡിയോയ്ക്കകത്തൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഈ രാവിലെയുള്ള ഈ ഒരു സൺസെറ്റ്, അത് പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. രാവിലെ ഈ യാത്രയിൽ എന്നെ അതിമനോഹരമായി തോന്നിച്ചൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു സൺസെറ്റ്. ഒട്ടും വൈകിക്കാതെ തന്നെ നമ്മൾ നല്ല വേഗത്തിൽ നമ്മുടെ പാലക്കാട്ടേക്ക് വരികയാണ്. എത്രയും വേഗത്തിൽ വരുന്നു അത്രയും വേഗത്തിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് കയറിപ്പോകാമല്ലോ. അങ്ങനെ പാലക്കാട്ട് നെല്ലിയാമ്പതി റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ ചില കാഴ്ചകൾ ദാണ്ടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അത്ര മനോഹരമായി പച്ചപ്പ് നിറഞ്ഞ കാടും മരങ്ങളും, മരങ്ങളെക്കാൾ വ്യത്യസ്തമായി തോന്നിക്കുന്ന മരങ്ങളുടെ വേരുകളൊക്കെ പോയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വർഷങ്ങൾ, നാളുകൾ, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാലഘട്ടങ്ങളെ നമ്മളെ ഓർപ്പിക്കുകയാണ് ഈ ഒരു മരങ്ങളും ഇതിന് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ. ശരിക്കും കേട്ടോ, പാലക്കാട് പലപ്പോഴും കേട്ടിട്ടുണ്ട്, അങ്ങനെ അധികം യാത്ര ചെയ്തിട്ടില്ല. അതിലേ പോകുമെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ അങ്ങനെ സമയം ചിലവാക്കിയിട്ടില്ല. പക്ഷേ ഈ യാത്രയ്ക്കകത്ത് പാലക്കാട് ശരിക്കും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. തേയിലയും കുരുമുളകും കാപ്പിത്തോട്ടങ്ങളും ഇതെല്ലാം പാലക്കാട്ടുണ്ടെന്ന് അറിയുന്നത് ഈ യാത്രയ്ക്കകത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കണ്ടു ശീലിച്ച പല കാര്യങ്ങളും ഈ പാലക്കാട്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ നാടുമായിട്ട് വളരെ സാമ്യം എനിക്ക് തോന്നി കേട്ടോ. ഈ മരങ്ങളും ഈ ഒരു തേയിലയും ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും അത്ര മനോഹരമായിരുന്നു. പലയിടങ്ങളിലും ഓഫ് റോഡാണ് ഉള്ളത്. അവിടെയൊക്കെ നമ്മൾ നടന്ന് തന്നെ കാഴ്ചകൾ കാണാൻ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ആസ്വദിച്ചിങ്ങനെ നടന്ന് കയറി പോവുക കേട്ടോ. ശരിക്കും അത്ര മനോഹരമാണ്. ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച ഒരു യാത്ര തന്നെയാണ്. ഈ തേയിലക്കാട്ടിനകത്ത് ഈ മരങ്ങൾക്കിടയിലൂടെ ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അത്ര മനോഹരമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം, പാലക്കാടിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നേരത്തെ എന്തൊക്കെയോ അപകടങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇച്ചിരി സുരക്ഷിതത്വമൊക്കെ അവിടെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ കഴിയത്തില്ല. ദൂരെ നിന്ന് തന്നെ ഈ കാഴ്ച അത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും ഞങ്ങൾ പോയ സമയം ഒരു തണുപ്പുള്ളതായതുകൊണ്ട് ആ ഒരു കാറ്റും ആ ഒരു മേഘത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. വേഗത്തിൽ തന്നെ ഓരോ കാഴ്ചകളും കണ്ട് പോവുക കേട്ടോ. കാരണം നമുക്ക് കിട്ടുന്ന സമയം നമ്മളത് യൂട്ടിലൈസ് ചെയ്യണമല്ലോ, ഉപയോഗപ്പെടുത്തണമല്ലോ. ഒരിക്കലും ഒരു സ്ഥലം മാത്രം കണ്ടിട്ട് അവിടെ നിന്ന് കാര്യമില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ ആ സ്ഥലത്ത് എന്തൊക്കെയുണ്ടോ അത് പരമാവധി ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഉള്ള സമയത്തിനുള്ളിൽ എല്ലാം കാണുമ്പോൾ തന്നെ അത് വലിയൊരു സന്തോഷമായിരിക്കും. ഒരു സ്ഥലത്ത് മാത്രം പോയി നിന്ന് അത് ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാ സ്ഥലത്തെയും വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട്
അതൊരു വലിയ സന്തോഷമായിട്ട് നമുക്ക് ജീവിതത്തിൽ പറയാൻ കഴിയും കേട്ടോ. പാലക്കാട് പോയി എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാനുണ്ട്. ദാണ്ടെ നിങ്ങളുടെ ഈ കാഴ്ചകളെല്ലാം ഞാൻ കണ്ട കാഴ്ചകളാണ്. അത്ര മനോഹരമാണ്. വലിയ 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 സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് കേട്ടോ ഞാൻ കണ്ടത്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി പോകാം കേട്ടോ. ഓരോ യാത്രയ്ക്കകത്തും കാണുന്നത് ചിലപ്പം ഒരു ഒരു കാഴ്ച തന്നെ ആയിരിക്കാം. ചിലപ്പോൾ മരങ്ങളും ഇതൊക്കെ തന്നെയല്ലേ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ശരിയാണ്, മരങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചിലപ്പം ഈ മരങ്ങൾ നിൽക്കുന്ന ഭംഗിയായിരിക്കാം, അല്ലെങ്കിൽ ഈ മരങ്ങൾക്കിടയിലുള്ള റോഡിലൂടെയുള്ള യാത്രയായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു ക്ലൈമറ്റിൻ്റെ ആ ഒരു മനോഹാരിത തന്നെയായിരിക്കാം. ഇതെല്ലാം നമ്മളെ സ്പെഷ്യലായിട്ട് നമ്മളെ തോന്നിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഈ യാത്രയ്ക്കകത്ത് വലിയ സന്തോഷമാണ്. പാലക്കാട് നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നെല്ലിയാമ്പതി മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ. ആ തുടക്കം തൊട്ടുള്ള അവസാനം വരെയുള്ള യാത്രകൾ, അവിടുത്തെ താമസവും എല്ലാം അത്ര മനോഹരമാണ്. ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നെല്ലിയാമ്പതിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രാത്രിയിൽ ട്രക്കിങ്ങിന് പോയി. രാത്രിയിൽ ജീപ്പ് സവാരി ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം പകലൊക്കെ ഓഫ് റോഡ് യാത്രകൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. രാത്രിയിൽ അങ്ങനെ ഇങ്ങനൊരു ട്രക്കിങ് അങ്ങനെ നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കാഴ്ചകൾ ഞങ്ങളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് തന്നെ കേട്ടോ ഇറങ്ങിയത്. പക്ഷേ ആ പ്രാർത്ഥന ഒട്ടും മാറിയില്ല. ഞങ്ങൾക്ക് ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നിങ്ങൾക്കും ആ കാഴ്ച കാണാൻ കഴിയും കേട്ടോ. അത്ര വ്യത്യസ്തമായ കാഴ്ച. പാലക്കാടിൻ്റെ ഉയരങ്ങളിലേക്ക് കയറി നിന്നപ്പോൾ ആ രാത്രിയിലെ ഒരു വ്യൂ, എല്ലാ വീടുകളിലും കടകളിലൊക്കെ ലൈറ്റിട്ട് വെച്ചപ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു. ഇത് കാട്ടിൽ ഒളിച്ചിരുന്ന കാട്ടുപോത്തും കുഞ്ഞുങ്ങളാട്ടോ, അതും ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ താമസിച്ച് അവർ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അവിടുന്ന് പിന്നെ സെക്കൻഡ് ഡേ ആയി. രണ്ടാമത്തെ ദിവസം താണ്ടെ ഞങ്ങൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് വീണ്ടും രാവിലെ ഉണർന്ന് നേരത്തെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ തണുപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. താണ്ടെ നമ്മുടെ വാഹനങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഓടി തന്നെ കാണുക കേട്ടോ. ഇതുപോലെ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി നിന്ന് ഞങ്ങളിങ്ങനെ വ്യത്യസ്തമായ ചില കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത്ര മനോഹരമായിട്ട് തന്നെ നാളെ ഒരു സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണ്ടേ. അതിന് വേണ്ട എല്ലാ ഓർമ്മകളും സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ നമ്മൾ അവിടവും കണ്ട് നമ്മൾ വീണ്ടും തുടരുകയാണ്. ശരിക്കും ഈ യാത്ര അത്ര മനോഹരമായിരുന്നു കേട്ടോ. പാലക്കാട് മുഴുവൻ കണ്ടു. ഇനി നിങ്ങളും പോയി കാണും.